മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ നൽകാനുള്ള തീരുമാനത്തിന് മദ്രാസ് ഹൈക്കോടതി അനുമതി നൽകിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്യാം, എന്താണ് വാർത്ത? മാധു, വിജയ് സർക്കാരിന് തമിഴ്നാട്ടിലെ സി ജോസഫ് വിജയ് സർക്കാരിന് ആശ്വാസകരമാകുന്ന നടപടിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്നത്. കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് തൊഴിൽ നൽകാനുള്ള തീരുമാനം നേരത്തെ മദ്രാസ് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഈ തീരുമാനത്തിനാണ് സുപ്രീം കോടതി സ്റ്റേ നൽകിയിരിക്കുന്നത്. സർക്കാർ ഉത്തരവ് റദ്ദാക്കിയ മദ്രാസ് ഹൈക്കോടതി വിധി സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ജോലി നൽകുന്നതിനെ എങ്ങനെ ചോദ്യം ചെയ്യാനാകും എന്നാണ് സുപ്രീം കോടതിയുടെ ചോദ്യം. ഒരു കുടുംബത്തിലെ ഏക ആശ്രയമാണ് മരിച്ചതെങ്കിൽ സർക്കാർ ആ കുടുംബത്തെ സഹായിക്കണ്ടേ എന്നുകൂടി ജസ്റ്റിസുമാരായ JB പാർഡിവാല ഒപ്പം കെ വിനോദ് ചന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ച് ചോദിക്കുകയും ചെയ്തു. മാത്രമല്ല, മദ്രാസ് ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകിയ ഹർജിക്കാരൻ കോടതിയിൽ രാഷ്ട്രീയം കളിക്കുകയാണ് ചെയ്തത്. അങ്ങനെ രാഷ്ട്രീയം കളിക്കരുത്. രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിക്കിടയിൽ നടന്ന മരണങ്ങൾക്ക് ഒരു സർക്കാരിന് പരിഹാരം നൽകാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന വിധി. അതുമായി ബന്ധപ്പെട്ട പരാതി തന്നെയായിരുന്നു. അതിപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു, അല്ലെ? അതായത് ജോലി നൽകാം. സുപ്രീം കോടതി ഈ നടപടി മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തു. നേരത്തെ 32 കുടുംബങ്ങൾക്ക് 41 പേരാണ് കരൂർ ദുരന്തത്തിൽ മരിച്ചത്. ഇതിൽ 32 കുടുംബങ്ങൾക്കാണ് ഈ നിയമന ഉത്തരവ് സി ജോസഫ് വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി നേരിട്ട് കൈമാറുകയും ചെയ്തത്. 32 പേർ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിരുന്നു. മദ്രാസ് ഹൈക്കോടതി ഇവിടെ നിയമനം റദ്ദാക്കിയതോടെ 32 പേരും ജോലിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ട സാഹചര്യം വന്നു. പക്ഷേ സുപ്രീം കോടതി ഈ മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്യുന്നതോടെ ഇവർക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാനുമാകും. സർക്കാരിന്റെ നയപരമായ തീരുമാനത്തെ ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്നാണ് സുപ്രീം കോടതി മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ട് നിരീക്ഷിക്കുന്നത്. പൊതുതാൽപര്യ ഹർജിയിലൂടെ നിയമനം ചോദ്യം ചെയ്യാനാവില്ല എന്ന് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതി അറിയിച്ചു. തമിഴ്നാട് സർക്കാരിന് വേണ്ടി ഹാജരായത് മുതിർന്ന കോൺഗ്രസ് നേതാവ് കൂടിയായ അഭിഷേക് മനു സിംഗ്വിയാണ്. സുപ്രീം കോടതിയുടെ സ്റ്റേ ഉത്തരവോടെ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് ജോലിയിൽ തുടരാനും കഴിയും. TVK റാലിക്കിടെ ഉണ്ടായ തിരക്കിൽപ്പെട്ടായിരുന്നു 41 മരണം. 2025 സെപ്റ്റംബർ മാസം 27 വിവരങ്ങൾ നൽകിയത്. മദ്രാസ് ഹൈക്കോടതി വിധിക്ക് സുപ്രീം കോടതിയുടെ സുപ്രീം കോടതിയാണ് ഇപ്പോൾ സ്റ്റേ ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ജോലി നൽകുന്നതിനെ എങ്ങനെ ചോദ്യം ചെയ്യാനാകുമെന്ന് സുപ്രീം കോടതി.